എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു അധ്യാപക ദിനം കൂടെ വരികയാണ്. സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. പഴയകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമാണ് ഉണ്ടായിരുന്നത്. ഗുരു എന്ന വാക്ക് അതിൽ 2 അക്ഷരങ്ങളാണുള്ളത്, ഗു എന്നും രു എന്നും. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഡാർക്ക്നെസ് എന്നാണ് അർത്ഥം. രു എന്ന് പറയുന്നത് പ്രകാശം, ലൈറ്റ്. ഗുവിന് ഇരുട്ടെന്ന് പറയുമ്പോൾ ഒരു കുട്ടിയിലുള്ള അജ്ഞത, അറിവില്ലായ്മ എന്നാണ് നാം അതിൽ അർത്ഥമാക്കേണ്ടത്. രു എന്ന് പറയുമ്പോൾ പ്രകാശം, അത് അവൻ്റെ അറിവിനെയാണ്, അവൻ്റെ ഉള്ളിലുള്ള അറിവിൻ്റെ പ്രകാശത്തെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ഗുരുവിൻ്റെ അടുക്കൽ 25 വർഷങ്ങൾ താമസിക്കണം. ഗുരു കൊടുക്കുന്ന കഠിനമായ ശിക്ഷകളൊക്കെ അവ ഏൽക്കണം. ഗുരു പറയുന്ന എല്ലാ ജോലികളും ഗുരുവിന് ചെയ്തു കൊടുക്കണം. കൂടാതെ ഗുരുവിൻ്റെ പത്നി വീട്ടുജോലികൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു ശിഷ്യൻ ചെയ്തു കൊടുക്കണം. അങ്ങനെയായിരുന്നു പഴയകാല ഗുരുകുല വിദ്യാഭ്യാസം. എന്നാൽ പുതിയ കാലത്ത് അധ്യാപകർ കുട്ടികളെ ഒന്ന് വടികൊണ്ട് അടിച്ചാൽ, അവരെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ, കുട്ടികളുടെ മാതാപിതാക്കൾ ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. പിന്നീട് വേണമെങ്കിൽ കോടതിയിൽ പോകും. ഇന്നത്തെ കുട്ടികളെ അടിക്കാനോ ശാസിക്കാനോ പാടില്ല. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, അതായത് ബൈബിളിൽ പറയുന്നത്, ബാലന് ശിക്ഷ കൊടുത്താൽ, അതായത് അവനെ വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകത്തില്ല എന്നാണ്. മറ്റൊരിടത്ത് പറയുന്നത്, ചെത്തി വളർത്തുന്ന തേക്കും അടിച്ചു വളർത്തുന്ന കുട്ടിയും നന്നായി വരും എന്നാണ്. വിദ്യാർത്ഥികൾക്ക് ന്യായമായ ശിക്ഷ കൊടുക്കാത്തതിൻ്റെ ഫലമായി ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും അവരെ അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾ അധ്യാപകരുടെ കുത്തിന് പിടിക്കുന്നു, അവരെ നന്നായിട്ട് ഇടിച്ചു പഠിക്കുന്നു, പിന്നെ മദ്യപിച്ചുകൊണ്ട് ക്ലാസ്സുകളിലെത്തുന്നു. തലയണ എന്ന് പറയുന്ന പുതിയ മയക്കുമരുന്ന് എല്ലാ വിദ്യാലയങ്ങളിലും എത്തിച്ചേരുന്നു, അത് അവർ ഉപയോഗിക്കുന്നു. കൂടാതെ അധ്യാപികമാരെ എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നു, അനാവശ്യമായി പറയുന്നു. ഇത്തരത്തിലാണ് ഇന്നത്തെ സ്കൂളുകളും ക്യാമ്പസുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരുണത്തിൽ നമ്മൾ പഴയ ഒരു കാലത്തിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതായത് ന്യായമായ ശിക്ഷകൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഈ ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്ക് ശോഭനമായ ഒരു ഭാവിയിലെ വാഗ്ദാനങ്ങളായി നല്ല മിടുക്കന്മാരായ കുട്ടികളെ വാർത്തെടുക്കാൻ ഈ വെല്ലുവിളികൾ നേരിടുന്ന സമയത്തും നമ്മുടെ അധ്യാപകർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം. എല്ലാവർക്കും ബൈ ബൈ.